ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മിഷൻ PSC. ഞാൻ ശ്രീജ സി സുന്ദർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങളും അവയുടെ ആസ്ഥാനങ്ങളുമാണ്. എല്ലാ പരീക്ഷകളിലും ഈ ഒരു ഭാഗത്ത് നിന്നും ഒരു ചോദ്യം തീർച്ചയായും ഉണ്ടാകും. ഒരു 70% ആളുകളും ഈ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയും ചെയ്യും. സോ നിങ്ങൾക്കും ഈ ഒരു ഭാഗത്ത് നിന്നും മാർക്ക് ലഭിക്കുന്നതിനായി ഇന്നത്തെ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഗവേഷണ കേന്ദ്രങ്ങളും ആസ്ഥാനവും. കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണാറയിലാണ്. എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറയിലാണ് കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ജില്ല കൂടി ചേർത്ത് പഠിക്കാം. സോ കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറയിലാണ്. കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആനക്കയം, മടക്കത്തറ. കേരളത്തിൽ 2 സ്ഥലങ്ങളിൽ കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങൾ ഉണ്ട്. ഒന്ന് ആനക്കയത്തിലാണ്, രണ്ടാമത്തേത് മടക്കത്തറയിലാണ്. ആനക്കയം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആനക്കയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിലാണ്. മടക്കത്തറ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. മടക്കത്തറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പാമ്പാടും പാറയിലാണ്. എവിടെയാണ്? പാമ്പാടും പാറയിലാണ്. പാമ്പാടും പാറ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ്. എവിടെയാണ്? ഇടുക്കി ജില്ല. എന്നാൽ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്രത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം അത് മയിലാടും പാറയിലാണ് കേട്ടോ. മയിലാടും പാറയിലാണ് കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അത് നമുക്ക് കേന്ദ്രത്തിലെ ഗവേഷണ കേന്ദ്രങ്ങൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയി പഠിക്കാം. സോ കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടും പാറയിലാണ്. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിലാടും പാറയിലാണ് കേട്ടോ. പാമ്പാടും പാറയും മയിലാടും പാറയും ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. സോ കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറയിലാണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ആനക്കയത്തിലും തൃശ്ശൂർ ജില്ലയിലെ മടക്കത്തറയിലുമാണ്. കേരളത്തിലെ ഏല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടും പാറയിലാണ്. ഇടുക്കി ജില്ലയിലെ പാമ്പാടും പാറയിലാണ്. എന്നാൽ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിലാടും പാറയിലാണ്. ഇടുക്കി ജില്ലയിലുള്ള മയിലാടും പാറയിലാണ്. കേരള കാർഷിക ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? മണ്ണുത്തിയിലാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ് കേരള കാർഷിക ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നന്നായി പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ് ജില്ലയിലാണ്. എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓടക്കാലി. എവിടെയാണ്? ഓടക്കാലിയിലാണ്. അത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിലാണ് അല്ലെ. അപ്പോൾ ഓടക്കാലി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിലാണ്. സോ കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടക്കാലി, എറണാകുളം ജില്ലയിലെ ഓടക്കാലിയിലാണ്. കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അമ്പലവയലിലാണ്. വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ് കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ നോട്ട് ചെയ്ത് വെക്കാം. കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ്. സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം, അതായത് കേരളത്തിലെ നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാലരാമപുരത്തിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിലാണ് കേരളത്തിലെ നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കായംകുളത്തിലാണ് കേട്ടോ. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിലാണ് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പന്നിയൂരിലാണ് അല്ലെ. കണ്ണൂർ ജില്ലയിലെ പന്നിയൂരിലാണ്. ഈ ഒരു ചോദ്യം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കാം.
സോ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിലെ പന്നിയൂരിലാണ്. സോ കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ്. സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിലാണ്. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ് പറഞ്ഞത്? അത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിലാണ് കേട്ടോ. ഇതോടെ ചേർത്ത് പഠിച്ചു വെക്കാം. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിലാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂരിലാണ്. കണ്ണൂർ ജില്ലയിലെ പന്നിയൂരിലാണ്. കേരളത്തിലെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? വെള്ളാനിക്കരയിലാണ്. എവിടെയാണ്? വെള്ളാനിക്കരയിലാണ്. വെള്ളാനിക്കര ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലാണ്. കേരളത്തിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ലയിലും മേനോൻപാറയിലുമാണ്. തിരുവല്ല പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. തിരുവല്ല പത്തനംതിട്ട ജില്ലയിലും മേനോൻപാറ ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലുമാണ്. സോ കേരളത്തിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലും പാലക്കാട് ജില്ലയിലെ മേനോൻപാറയിലുമാണ്. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? 4 നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. 1 പട്ടാമ്പി, രണ്ടാമത്തേത് മങ്കൊമ്പ്, 3 കായംകുളം, 4 വൈറ്റില. എവിടെയെല്ലാമാണ്? പട്ടാമ്പി, മങ്കൊമ്പ്, കായംകുളം, വൈറ്റില. പട്ടാമ്പി പാലക്കാട് ജില്ലയിലാണ്. മങ്കൊമ്പും അതുപോലെ തന്നെ കായംകുളവും ആലപ്പുഴ ജില്ലയിലാണ്. വൈറ്റില എറണാകുളം ജില്ലയിലുമാണ്. 1-2 ചോദ്യങ്ങളിൽ മങ്കൊമ്പ് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രമാണ് എന്നൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ജില്ല പഠിക്കണം. അതുപോലെ തന്നെ ആ ഗവേഷണ കേന്ദ്രങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതാണെന്നും കൃത്യമായി മനസ്സിലാക്കി വെച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ കേരളത്തിലെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കരയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലാണ്. കരിമ്പ് ഗവേഷണ കേന്ദ്രം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലും പാലക്കാട് ജില്ലയിലെ മേനോൻപാറയിലുമാണ്. നെല്ല് ഗവേഷണ കേന്ദ്രം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലും ആലപ്പുഴ ജില്ലയിലെ മാങ്കൊമ്പ് കായംകുളത്തിലും അതുപോലെ എറണാകുളം ജില്ലയിലെ വൈറ്റിലയിലുമാണ്. കേരളത്തിലെ കന്നുകാലി വളർത്തൽ കേന്ദ്രം എവിടെയാണ്? തുമ്പൂർ മൊഴി. ഏതാണ് ജില്ല? തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ. തുമ്പൂർ മൊഴി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിലെ വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കരമന ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് കരമന സ്ഥിതി ചെയ്യുന്നത്. സോ കേരളത്തിലെ വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലെ കരമനയിലാണ്. കേരളത്തിലെ ലൈവ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? തിരുവാഴാംകുന്നാണ്. പാലക്കാട് ജില്ലയാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ കന്നുകാലി വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തുമ്പൂർ മൊഴി തൃശ്ശൂർ ജില്ലയാണ്. കേരളത്തിലെ വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം കരമന തിരുവനന്തപുരമാണ്. ലൈവ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവാഴാംകുന്നാണ്. പാലക്കാട് ജില്ലയിലെ തിരുവാഴാംകുന്ന്. കേരളത്തിലെ ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? സദാനന്ദപുരത്താണ്. സദാനന്ദപുരം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ് കേട്ടോ. സദാനന്ദപുരം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ മണ്ണ് സംരക്ഷണ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കോന്നിയിലാണ്. കോന്നി പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്ഥലമാണ് അല്ലെ. പത്തനംതിട്ട ജില്ലയിലാണ്. സോ കേരളത്തിലെ മണ്ണ് സംരക്ഷണ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ്. കേരളത്തിലെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യത്താണ് അല്ലെ. തിരുവനന്തപുരം ജില്ലയിലാണ് ശ്രീകാര്യം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. കേരളത്തിലെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യമാണ്. സോ കേരളത്തിലെ ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ സദാനന്ദപുരത്താണ്. കേരളത്തിലെ മണ്ണ് സംരക്ഷണ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്
പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ്. കേരളത്തിലെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യമാണ്, തിരുവനന്തപുരം. ശ്രീകാര്യം ഏത് ജില്ലയിലാണെന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ ശ്രീകാര്യം തിരുവനന്തപുരമാണ്, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. കേന്ദ്ര ജലവിഭവ വികസന നിർവഹണ സമിതി, കേന്ദ്ര ജലവിഭവ വികസന നിർവഹണ സമിതി എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? കുന്നമംഗലം. എവിടെയാണ്? കുന്നമംഗലമാണ്. ഏത് ജില്ലയാണത്? കോഴിക്കോട് ജില്ലയാണ് കേട്ടോ, കോഴിക്കോട് ജില്ലയാണ്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി എവിടെയാണ്? രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത്? പൂജപ്പുര, തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ്. എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ, എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെയാണ്? കൽപ്പറ്റയാണ് കേട്ടോ, വയനാട് ജില്ലയിലെ കൽപ്പറ്റയാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കാം. എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൽപ്പറ്റയാണ്, വയനാട് ജില്ല. കൽപ്പറ്റ, വയനാട് ജില്ല. സോ കേന്ദ്ര ജലവിഭവ വികസന നിർവഹണ സമിതി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ എവിടെയാണ്? കുന്നമംഗലം, കോഴിക്കോട് ജില്ലയിലാണ്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ്. എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് കൽപ്പറ്റ, വയനാട്. കൽപ്പറ്റ, വയനാട്. കേരളത്തിൽ റബ്ബർ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്, കേരളത്തിൽ എവിടെയാണ് റബ്ബർ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്? കോട്ടയം ജില്ലയിലാണ്. നമുക്കറിയാം കോട്ടയം ജില്ലയിൽ ഒരുപാട് റബ്ബർ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ റബ്ബർ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. കേരളത്തിൽ റബ്ബർ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. സ്പൈസസ് ബോർഡ്, കേരളത്തിലെ സ്പൈസസ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് അല്ലെ, കൊച്ചിയാണ്. കേരളത്തിൽ സ്പൈസസ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്, എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ്. എന്നാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, അത് കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലാണ്, മാറിപ്പോകരുത്. സ്പൈസസ് ബോർഡ് ആണെങ്കിൽ കൊച്ചിയിലാണ്. സ്പൈസസ് ബോർഡ് കൊച്ചിയിലും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് വന്നിട്ട് കോഴിക്കോടാണ്. സോ കേരളത്തിൽ റബ്ബർ ബോർഡ് എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. സ്പൈസസ് ബോർഡ് കൊച്ചി, എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ്. ഈ സ്പൈസസ് ബോർഡും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കാം. കൺഫ്യൂഷൻസ് ഒന്നും വരാതെ തന്നെ രണ്ടും കൃത്യമായി തന്നെ മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. കാപ്പി ഗവേഷണ കേന്ദ്രം, കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചൂണ്ടൽ. എവിടെയാണ്? ചൂണ്ടലാണ്. ചൂണ്ടൽ വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ചൂണ്ടൽ എന്ന് പറയുന്നത് വയനാട് ജില്ലയാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ അത് നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ നോട്ട് ചെയ്ത് വെക്കാൻ പറയുന്നതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് അത് നോട്ട് ചെയ്യുക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടലാണ്. എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ബാംബു കോർപ്പറേഷൻ, കേരളത്തിലെ ബാംബു കോർപ്പറേഷൻ അങ്കമാലിയാണ്. എറണാകുളം ജില്ലയിലെ അങ്കമാലിയാണ് കേരളത്തിലെ ബാംബു കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത്. അങ്കമാലിയിലാണ് കേരളത്തിലെ ബാംബു കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മിൽമ, കേരളത്തിലെ മിൽമയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. എവിടെയാണ്? തിരുവനന്തപുരം. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ കേരളത്തിലെ മിൽമയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. സോ കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടലാണ്. ഏതായിരുന്നു ജില്ല? വയനാട്. വയനാട്. ബാംബു ഗവേഷണ കേന്ദ്രം അല്ലെ, ബാംബു ഗവേഷണ കേന്ദ്രം അങ്കമാലി, എറണാകുളം ജില്ല. മിൽമ അല്ലെ, കേരളത്തിലെ മിൽമയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ കാർഷിക സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ്. സുഗന്ധഭവൻ. സുഗന്ധഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലാരിവട്ടം. എറണാകുളം ജില്ലയിലെ പാലാരിവട്ടത്തിലാണ് സുഗന്ധഭവൻ സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ നോട്ട് ചെയ്യാം. സുഗന്ധഭവൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ പാലാരിവട്ടത്തിലാണ്. മാർക്കറ്റ് ഫെഡ്. മാർക്കറ്റ് ഫെഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗാന്ധി ഭവനാണ്. ഗാന്ധി ഭവൻ എറണാകുളം ജില്ലയിലാണ് ഗാന്ധി ഭവൻ സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലാണ് ഗാന്ധി ഭവൻ സ്ഥിതി ചെയ്യുന്നത്. നബാർഡ്. നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? പാളയം. തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ് നബാർഡിന്റെ ആസ്ഥാനം. ബിഫെഡ്. ബിഫെഡിന്റെ ആസ്ഥാനം പാപ്പനംകോടാണ്. എവിടെയാണ്? പാപ്പനംകോട്. ഈ പാപ്പനംകോട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ്. സെറിഫെഡ്. സെറിഫെഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പട്ടം. പട്ടം
തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. സെറി ഫെഡ് സ്ഥിതി ചെയ്യുന്നത് പട്ടം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ സുഗന്ധഭവൻ സ്ഥിതി ചെയ്യുന്നത് പാലാരിവട്ടമാണ്. സുഗന്ധഭവൻ പാലാരിവട്ടമാണ്. മാർക്കറ്റ് ഫെഡ് എന്ന് പറയുന്നത് ഗാന്ധി ഭവനിലാണ്. മാർക്കറ്റ് ഫെഡ് ഗാന്ധി ഭവനാണ്. നബാർഡ് പാളയമാണ്. ബി ഫെഡ് പാപ്പനംകോടാണ്. ബി ഫെഡ് എവിടെയാണ്? പാപ്പനംകോടാണ്. സെറി ഫെഡ് പട്ടം. അപ്പോൾ പാപ്പനംകോടിലാണ് ബി ഫെഡ് സ്ഥിതി ചെയ്യുന്നത്. സെറി ഫെഡ് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ്. മത്സ്യഫെഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ മത്സ്യഫെഡ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എവിടെയാണ്? വെള്ളയമ്പലത്താണ് കേട്ടോ. വെള്ളയമ്പലം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്താണ്. കാർഷിക കടാശ്വാസ കമ്മീഷൻ, കേരളത്തിലെ കാർഷിക കടാശ്വാസ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ആനയറ, തിരുവനന്തപുരം ജില്ലയിലെ ആനയറയിലാണ്. കേരഫെഡ് സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്താണ് കേരഫെഡ് സ്ഥിതി ചെയ്യുന്നത്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്, കേരളത്തിലെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയം ജില്ലയാണ് കേരളത്തിലെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ ആസ്ഥാനം. ഇതിലെല്ലാ ചോദ്യങ്ങളും ഒരു തവണയെങ്കിലും ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം തെരഞ്ഞെടുത്തിട്ടാണ് ഈ ഒരു ഏരിയയിൽ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. സോ ഇതെല്ലാം നന്നായി തന്നെ പഠിക്കുക കേട്ടോ. സോ കേരളത്തിലെ മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം വെള്ളയമ്പലം, തിരുവനന്തപുരം ജില്ലയിലാണ്. കാർഷിക കടാശ്വാസ കമ്മീഷൻ ആനയറയാണ്, അതും തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ തന്നെ കേരഫെഡ് വെള്ളയമ്പലം തിരുവനന്തപുരം. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് കോട്ടയം ജില്ല. എവിടെയാണ്? കോട്ടയം ജില്ല. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും, അതായത് എല്ലാ ഗവേഷണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ എല്ലാ കാർഷിക സ്ഥാപനങ്ങളും കൃത്യമായി പഠിക്കുക. അവയുടെ ആസ്ഥാനങ്ങളും കൃത്യമായി പഠിക്കുക. നോട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായി പഠിക്കുക. സോ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.